ഭാര്യയും ഭർത്താവും ബൈക്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇവർ പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ മുന്നോട്ട് വരുന്നതാണ് ഞാൻ വണ്ടി വെട്ടിച്ച് മാറ്റി. അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ എന്നെ ഓവർടേക്ക് കയറി ഫ്രണ്ടിൽ വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ വന്നിട്ട് ഹിന്ദിയിലും മലയാളത്തിലും തെറി വിളിക്കുക. ഞാൻ ഓരോന്നും താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞ അവൻ്റെ ഭാര്യയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറി. ഇതൊക്കെ പറയുന്ന തീരുമല്ല, അവൻ ഹെൽമെറ്റ് എടുത്ത് ഒറ്റ അടിച്ച് അപ്പോഴത്തേക്ക് അവളും ചാടി ഹെൽമെറ്റിന് 3 അടി അടിച്ചു. നമസ്കാരം. സ്കൂട്ടറിൽ യാത്ര ചെയ്ത യുവതിയും യുവാവും ചേർന്ന സ്വകാര്യ ബസ് ഡ്രൈവറെ ബസ് തടഞ്ഞു നിർത്തി ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചു. പത്തനംതിട്ട ഹരിപ്പാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കടുകോയിക്കൽ ബസ്സിൻ്റെ ഡ്രൈവറായ ബേബിക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 ഹരിപ്പാട് മുട്ടം എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുവതിയും യുവാവും ചേർന്ന് ഇദ്ദേഹത്തിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്നത്. ഈ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യമടക്കം ഈ ബസ്സിലുണ്ടായിരുന്ന CCTVയിൽ പതിയുകയും ചെയ്തു. അത് പോലീസിൽ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയും യുവാവിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ബസ്സിൻ്റെ ഡ്രൈവറായ ബേബി നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഹരിപ്പാടിന് പോവായിരുന്നു. അപ്പോൾ മാവേലിക്കര കഴിഞ്ഞ് മുട്ടം ജംഗ്ഷൻ, ഇപ്പുറത്ത് മൈത്രി ജംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബൈ റൂട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇവർ പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ മുന്നോട്ട് വരുന്നതാണ് ഞാൻ വണ്ടി വെട്ടിച്ച് മാറ്റി. ഞാനങ്ങ് പോയി. അവിടുത്തെ അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ എന്നെ ഓവർടേക്ക് കയറി ഫ്രണ്ടിൽ വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ വന്നിട്ട് ഹിന്ദിയിലും മലയാളത്തിലും തെറി വിളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ കൈകൊണ്ട് ചോദിച്ചു എന്താ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ട് പോയി. വീണ്ടും അടുത്ത സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഇതുപോലെയാണ് വീണ്ടും വന്ന് തെറി വിളിച്ചപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ കൈകൊണ്ട് ചോദിച്ചപ്പോൾ എന്തിനാ ചോദിച്ചു. വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നേരെ മുട്ടം കുളം ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി വണ്ടി കൊണ്ടുവന്ന് ഞാൻ മരുന്നേരം സ്റ്റോപ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് എൻ്റെ വണ്ടിയുടെ പകുതിക്ക് കൊണ്ട് വെച്ചിട്ട് ഇറങ്ങി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക. ഭാര്യയും ഭർത്താവിടെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം മലത്തോടെ വന്നിട്ട് പറഞ്ഞു ഇറങ്ങി വാടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇന്ന് ആൾക്കാരെല്ലാം എല്ലാവരും കൂടിയപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് അങ്ങ് പോകാൻ അപകടമൊന്നും അല്ലല്ലോ, സംസാരിച്ചിട്ട് അങ്ങ് ഹരിപ്പാട് വരെ പോയാൽ മതി, അപകടമൊന്നും അല്ല എന്നും പറഞ്ഞ് പോയി. ഞാൻ ഓരോന്നും താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞ അവൻ്റെ ഭാര്യയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറി എന്നും പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വണ്ടിയിലിരിക്കുന്ന സ്ത്രീ യാത്രക്കാരെ മലയാളപ്പുഴയിൽ നിന്ന് കയറിയത് അവരോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും തെറി പറഞ്ഞോ നീ ചോദിക്കാൻ പറയുന്ന തീരുമല്ല. അവൻ ഹെൽമെറ്റ് എടുത്ത് ഒറ്റ അടി എൻ്റെ മുഖത്ത് അടിച്ച് അപ്പോഴത്തേക്ക് അവളും ചാടി ഹെൽമെറ്റിന് 3 അടി അടിച്ചു. അപ്പോൾ കണ്ടു നിന്നവരവിടെ വന്നാൽ പിടിച്ചു മാറ്റി അവിടെ നിന്ന് ഓടി നിന്ന്. ഞാൻ കണ്ടിട്ടില്ല. അവർ ഹിന്ദി മലയാളം രണ്ടുപേരും അവർ ഭാര്യയും ഭർത്താവ് സംസാരിക്കുന്ന ഹിന്ദിയിലാണ്. അവൻ മാത്രം ഭാര്യയും ഭർത്താവാണെന്ന് അറിയത്തില്ല. അവർ നമ്മൾ സംസാരിക്കുന്ന ഹിന്ദിയിൽ, അവൻ നമ്മളോട് സംസാരിക്കുന്ന മലയാളത്തിൽ. പക്ഷേ അവന് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. പോലീസ് FIR എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവൻ അറിയില്ലെന്ന് പറഞ്ഞു. വായിക്കാൻ ആളുകൾ കൂടിയില്ലായിരുന്നു. ആൾ ഒരുപാട് കൂടിയായിരുന്നു. ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് പേര് പിടിച്ചു നിർത്തുമ്പോഴും ഇവൻ ഭയങ്കരമായിട്ട് തെറി വിളിക്കുക ഹിന്ദിയിലും മലയാളത്തിലും തന്നെ. ഒരുപാട് അവിടെയുള്ള ആ ജംഗ്ഷനിലെ ഓട്ടോക്കാരും എല്ലാം വന്ന് ഇവനെ പിടിച്ചു മാറ്റും തോറും ഇവൻ അവിടുത്തെ ആർക്കും അറിയത്തില്ല. ഇവനെ ആർക്കും അറിയത്തില്ല. അവരെല്ലാം വന്ന് പിടിച്ചു മാറ്റുന്നതും പിന്നെ എല്ലാവരെയും ഇവൻ പരസ്പരം തെറി വിളിക്കുമെന്ന്. ഇവർ രണ്ടുപേരും എന്താണ് മർദ്ദിക്കാനുള്ളവരുടെ ഒരു കാരണം അവർ പറയുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ആ സ്ത്രീയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. ഈ ബസ് ഓടിച്ച് പോകുന്ന കൂട്ടത്തിൽ ഇവർ എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി തെറി വിളിക്കുമെന്നാണ് ഞാനിവരെ കാണുന്നത്. പിന്നെ ആ വഴിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വേറെ മുൻവരി ഒരു പരിചയമില്ല ഇവരെ. ഈ ബസ് പിന്നെ സർവീസ് നടത്താൻ പറ്റുമോ? ഇല്ല, നടത്തിയില്ല. ട്രിപ്പ് മുടങ്ങി. ആശുപത്രി പോകും. എത്ര ട്രിപ്പ്? 2 ട്രിപ്പ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകേണ്ട ട്രിപ്പ് മുടങ്ങിപ്പോയി. പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നോ? പോലീസ് ആശുപത്രിയിൽ പോയി മെഡിക്കൽ എടുത്തു. ഡോക്ടർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചേട്ടനെതിരെ ഒരു പരാതി കൊടുത്തു? എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് എൻ്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. CCTVക്കകത്ത് വ്യക്തമാണല്ലോ. ക്യാമറ എല്ലാം എടുത്തു കൊടുക്കും. നമ്മുടെ ബസ്സിലെ ക്യാമറ മൊത്തം എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. ഇവരാണ് പ്രകോപനമൊന്നും ഇല്ലാതെ മർദ്ദിക്കുക. ഒന്നും അറിയത്തില്ല. ഇവർ വണ്ടി ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി വലത്തോട്ട് വെട്ടിച്ച് ഞാനങ്ങ് പോയി. അവിടെ വണ്ടിയെ നിർത്തിയില്ല. അടുത്ത സ്റ്റോപ്പിലാണ് വണ്ടി നിർത്തുന്നത്. അപ്പോഴാണ് ഇവർ വലത്തോടെ കയറി വന്ന് തെറി വിളിക്കുന്നത് ഹിന്ദിയിലും മലയാളത്തിലും. തെറി വിളിച്ച് അവിടെ കൈകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തോന്ന്. അപ്പോഴും അവൻ തെറി വിളിച്ചിട്ട് വീണ്ടും വണ്ടി മുന്നോട്ട് ഓടിച്ച് പോയിട്ട് ആ കുളം ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് അവൻ വട്ടം വെച്ച് വീഡിയോ എടുത്തിട്ട് പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടി ഒത്തിരി ആളുണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ ഇറങ്ങി ചെന്നാൽ ഹരിപ്പാട് വരെ പോകാൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സംസാരിച്ചിട്ട് അങ്ങ് പോകാനും പറഞ്ഞ് തന്നാൽ
ഇതിനെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറി. അതാണ് ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നോ? അവനെ ചെങ്ങന്നൂരെ കണ്ട് രാഷ്ട്രീയ നേതാവിൻ്റെ ഓഫീസുമായിട്ട് ബന്ധമുള്ളവനാ, എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചേക്കാന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടാണ്. സ്റ്റേഷനിൽ എസ് ഐയുടെ മുന്നിൽ വെച്ച് പോലും അവനെ അടിക്കാൻ വന്നു. എസ് ഐയുടെ മുന്നിൽ എസ് ഐ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനെതിരെ പറയുമ്പോൾ അവൻ എന്നെ അടിക്കാൻ വരിക. അതിനകത്ത് വെച്ച് കരിയിലക്കുളങ്ങര സ്റ്റേഷനിൽ വെച്ച് ചീത്ത വിളിച്ചു. അവിടെ ഹിന്ദിയിലും മലയാളത്തിലാണ് തെറി വിളിക്കുന്നത്. കരിയിലക്കുളങ്ങര പോലീസാണ് ഈ സ്കൂട്ടർ യാത്രികർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എനിക്കെതിരെ കേസ് കൊടുത്ത് അവർ പരാതി കൊടുത്തു. CCTV കണ്ടപ്പോൾ അവർക്ക് പോലീസിന് വ്യക്തമായി. ഞാൻ 97 ഇവരുടെ കൂടെ കൂടിയതാണ്. 28 ഇപ്പോൾ ബസ് സർവീസിൽ തന്നെ 28 വർഷമുണ്ട്. ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. മറ്റുള്ള അല്ലാതെ ഇങ്ങനെ ബസ്സുകാർ തമ്മിലുള്ള വഴക്കുമ്പോഴൊക്കെ അടി ഇതുവരെ അടി ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും വർഷം ഉണ്ടായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്നത്. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്, ഒരു കാരണവും ഇല്ലാതെയാണ് വന്നത്. ഒന്നുമില്ല, ഞാനൊന്നും അവരോട് സംസാരിച്ചിട്ട് പോലുമില്ല. അവർ പെട്ടെന്ന് വന്ന് ശരിക്കും ഹെൽമെറ്റിന് ഒന്ന് ഇങ്ങനെ വണ്ടി ഇരിക്കുന്നവരോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് മാത്രമേ ഇങ്ങനെ കാണിച്ചുള്ളൂ. അപ്പോഴത്തേക്കാണ് ഹെൽമെറ്റ് അടിക്കുകയായിരുന്നു. അതിന് ചെങ്ങന്നൂരാണ്ട് രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധമുള്ളവനാ, എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ട് അവൻ ഇനി ജോലിക്ക് തിരിച്ചു പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ടാവും. ഏതായാലും അദ്ദേഹത്തിന് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. ഇത്രയും കാലത്തെ ഈ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് ആദ്യമായാണെന്നാണ് ഇദ്ദേഹം ബേബിച്ചേട്ടൻ പറയുന്നത്. മാത്രമല്ല ഈ മർദ്ദിച്ച അയാൾ ചെങ്ങന്നൂരിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് അടിയന്തരമായി വേണ്ടത്ര ശ്രദ്ധ പോലീസ് എടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇനിയൊരു സംഭവം സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ നേരെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത് പോലീസ് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല ഇയാൾക്കെതിരെ അദ്ദേഹത്തിനെതിരെ അസഭ്യം വിളിച്ചു എന്ന രീതിയിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അത് കൃത്യമായി അന്വേഷണം നടത്തണം. കാരണം CCTVയിലടക്കം അല്ലെങ്കിൽ യാത്രക്കാർ ജീവനക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകാതെ ഈ കുറ്റക്കാർക്കെതിരെ, അതായത് ബസ് ജീവനക്കാരനെ ഡ്രൈവറെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച യുവാവിനുമെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആവശ്യമുയരുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.